ചിന്തയ്ക്കിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നേപ്പാൾ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലത്തുനിന്ന് വീണ്ടും നമ്മൾ അവിടെ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഈ കൊച്ചിയല്ലല്ലോ അല്ലേ, ഫെയർഫീൽഡ് മാരിയറ്റ് ഉണ്ടല്ലോ, ഫെയർഫീൽഡ് മാരിയറ്റ് ഇവിടെയല്ല താമസിക്കുന്ന. ഇതിനുള്ള ഇതായിട്ടില്ല. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തമേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല കിടുക്കാച്ചി സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഇന്ത്യൻ രൂപ ഏകദേശം 400 രൂപയാണ് എനിക്കിവിടെ ചിലവ് വന്നത് കേട്ടോ. ഞാൻ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഞാൻ കണ്ടുവല്ലോ, ബെഡുകൾ കുറേ നിരത്തിയിട്ടുള്ളൊരു ഇത്, അവിടെ 350 രൂപയാണ്. പക്ഷെ അവിടെ ഒരു കുപ്പി വെള്ളത്തിനൊക്കെ 20 രൂപ. നമ്മൾ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ പ്യൂരിഫയറിൽ നിന്ന് നിറയ്ക്കില്ലേ, അതിനൊക്കെ 20 രൂപ. അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. 20 രൂപ പുറത്തൊരു കുപ്പി വെള്ളം വാങ്ങാൻ കിട്ടും, പക്ഷെ നോർമലി അങ്ങനെ ചാർജ് ചെയ്യാറില്ല. ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മുടെ വിശിഷ്ട ഒരു വ്യക്തിയെ കാണാൻ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വ്ളോഗുകളിലായിട്ട്. സോ ഇന്ന് അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം സുജിത് ഭക്തനെ തന്നെയാണ്. അപ്പോൾ ബ്രോ ആയിട്ട് എനിക്ക് പരിചയം മൂന്നാർ വെച്ചിട്ടായിരുന്നു. അതിന് മുന്നേ എന്തോ ആക്കി ഉണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂന്നാർ വെച്ചിട്ട് കുറച്ചുകൂടി കോൺടാക്ട് കിട്ടിയേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേപ്പാൾ വരുന്നുണ്ട്, അല്ല ബ്രോ നേപ്പാൾ, സുജിത് ബ്രോ നേപ്പാൾ ഉണ്ടെന്ന് ഈ ഒരു ടൈമിലാണ് എത്രയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഈ ഒരു ടൈമിൽ നേപ്പാളിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. ഞാൻ ആദ്യം ആൾ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചേട്ടാ, കാരണം ഫുള്ള് ടൈറ്റ് ഷെഡ്യൂളൊക്കെ അല്ലേ, ഫുൾ ട്രാവൽ ചെയ്യലും. ഇനിയിപ്പോൾ നേപ്പാളിലൊന്നും ഇവിടുന്ന് എന്തോ ടിബറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ യാത്രകളും തിരക്കിലാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വാടാ മോനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അതിനെക്കാട്ട് മുന്നേ നമ്മൾ സൈക്കിളിൻ്റെ ഇതായതുകൊണ്ട്, മെയിൻ സാധനം സൈക്കിൾ ആയതുകൊണ്ട് ഒരു 9 ലക്ഷത്തിൻ്റെയെങ്കിലും ഒരു സൈക്കിള് കൊണ്ട് ചെന്നില്ലെങ്കിൽ അതൊരു മോശമായിട്ട് നമ്മുടെ ഇമേജിനെ തന്നെ ബാധിക്കൂട്ടാ. അപ്പോൾ ഞാൻ ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ബൈക്ക് ആക്ച്വലി നമ്മളിവിടുന്ന് റെൻറ്റിന് എടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ബൈക്ക് ഉണ്ട്. എൻ്റെ ഒരു സാധാരണ ഒരു സൈക്കിളാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് ഓഫ് റോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അന്ത്യശ്വാസം വലിക്കൂട്ടോ. എന്നെ ഇവിടെ കൊണ്ടാണ് ഓഫ് റോഡ് ചെയ്യണേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് റെൻറ്റിന് എടുക്കാൻ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ ദിവസം കണ്ട അമ്പലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഇടയിൽ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നേപ്പാളിൻ്റെ ഒരു സുവനിയറാണ് കേട്ടോ, ഫ്ലാഗ് സംഭവങ്ങൾ. അപ്പോൾ ഫ്രിഡ്ജിമ്മ ഒട്ടിച്ച് വെക്കാമല്ലോ. എൻ്റെ ആദ്യത്തെ രാജ്യമല്ല, നമ്മുടെ ഒരു തുടക്കമല്ലേ, ഇൻ്റർനാഷണൽ ഫസ്റ്റത്തെ രാജ്യത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറഞ്ഞാൽ ഒട്ടിച്ച് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂടിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നേപ്പാളിൽ ആദ്യമായിട്ട് മഴ പെയ്തിരിക്കുകയാണ്. നേപ്പാളിൽ ആദ്യമായിട്ടല്ല, ഞാൻ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് നേപ്പാളിൽ മഴ കൊള്ളണത് കേട്ടോ. അപ്പോൾ നേപ്പാളിൽ അങ്ങനെ ഐശ്വര്യമായിട്ട് മഴയോണിയും പെയ്തിട്ടുണ്ട്. ഞാൻ ഈ സാധനം തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആളെ കാണാൻ കുറച്ച് വൃത്തിയിലൊക്കെ പോകേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഇടാത്തൊരു സാധനം ഇട്ടതാട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് എടുത്തിട്ടത്. അപ്പോൾ ചുളിഞ്ഞ് ഇരിക്കണത്. നേപ്പാളിൽ പത്താവോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ലേ, ഇത് ഫുഡ് ഡെലിവറിയുടെ ഒരു ഇതാണ് കേട്ടോ. ഫുഡ് ഡെലിവറി സൈക്കിളിലാണ് ചെയ്യണത് ആൾ. ഞാൻ മറ്റേ ഡെലിവറി ഇതിൽ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ കേട്ടോ. സൊമാറ്റോ ഡെലിവറി നമ്മൾ ഇലക്ട്രിക് സൈക്കിളിൽ ചെയ്യാറില്ലേ, അതേ സെയിം സംഭവം കേട്ടോ. പത്താവോ എന്നാണ് ആ പത്താവോ ആപ്പിൽ ഫുൾ സംഭവങ്ങൾ അതിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ബൈക്കായാലും കാറായാലും എന്തായാലും അതിൽ റെൻ്റ് എടുക്കാം. ഫുഡ് വേണമെങ്കിൽ അതിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഫുഡ് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ സൈക്കിളിൽ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 3 നേരം വീട്ടിലത്തെ പോലെ ഫുഡൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ ക്വാളിറ്റി കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇവിടുത്തെ താലി കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ താലി കഴിക്കാൻ വേണ്ടി വന്നതാണ്. കാലത്ത് ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ രാത്രിയിലത്തെ അല്ലേ. അപ്പോൾ ഈ സമയം കിട്ടുമ്പോൾ കഴിക്കും. ഫുൾ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ബീറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ താലി കിട്ടുമോ നോക്കി നോക്കാം. ചോറ് നല്ല നീളൻ അരി കേട്ടോ. ആദ്യം ചിക്കൻ തന്നെ കഴിച്ച് നോക്കി നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ ചിക്കൻ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് കറി, പിന്നെ എന്നിട്ടാ തൈരൊക്കെ പിന്നെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ചിക്കനും ചോറൊക്കെ ഒന്ന് അത് ചെയ്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചതാണ്. പിന്നെ കഴിക്കണത് ഫുഡ് ഇപ്പോഴാണ് കേട്ടോ. വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പോണത് 2-3 ദിവസമായി കഴിച്ചിട്ട് ഫുഡ് മര്യാദയ്ക്ക് വയറ് നിറച്ച് കഴിച്ചിട്ട് കേട്ടോ. എന്തെങ്കിലും കഴിക്കും, പക്ഷേ ഇതുപോലെ കഴിക്കണത്. സോ എല്ലാം കൂട്ടി ഒന്ന് ഉഷാറാവട്ടെ കേട്ടോ. പപ്പടമൊക്കെ കഴിച്ചിട്ട് ദൈവമേ സന്തോഷം. ഫുഡ് പൊന്നു കഴിച്ച് ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളിയായിരുന്നു. ഈ ചീര ജസ്റ്റ് വേവിച്ചിട്ടേ ഉള്ളൂ. ചിക്കൻ കറിയും മറ്റേ ആ മസാല ഇതുണ്ടല്ലോ ദാല്, അതും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഈ അച്ചാർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇത് സൂപ്പർ അച്ചാറെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ അച്ചാർ.
പിന്നെ തൈരും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് 2 വട്ടം അവരുടെ നിന്ന് ചോറ് വാങ്ങിയിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാലത്തൊന്നും അധികം കഴിച്ചില്ല. എനിക്കൊരു ബനാന മിൽക്ക് ഷേക്കാ അങ്ങനെ എന്താ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫുഡ് കഴിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമായി. ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ശുചിത്വ ഭക്തന് വേണ്ടിയുള്ള സൈക്കിൾ ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ഇവരുടെ ഒരു കേട്ടോ, ലൈക്ക് ഇതാണ് അവരുടെ ഉപജീവന മാർഗ്ഗം. ലൈക്ക് ഇത് ടൂറ് കാര്യങ്ങൾ, ട്രക്കിങ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ്. സോ ഇതിലൊരു ബൈക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സോ വിച്ച് ബൈക്ക്? യാ സോ ഓക്കെ, ഇറ്റ്സ് വർക്ക്സ് എവറിത്തിങ് ഫൈൻ റൈറ്റ്? ജയന്റ് ട്രാൻസ് റൈറ്റ്? ഓക്കെ, ജയൻറ്റിൻ്റെ ട്രാൻസ് ഈ ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് ഫുള്ള് 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം വില വരുന്ന സൈക്കിളുകളാണ് ഇവിടെ ഫുള്ള് ഇവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ നേപ്പാളി കറൻസി ഒരു 9 ലക്ഷം 8 ലക്ഷം 7 ലക്ഷം ഇതൊക്കെ വരും. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 3 4 5 ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് വരുന്നത്. ഈസ് എലോയ് ബൈക്ക് റൈറ്റ്? എലോയ് എലോയ് ബൈക്ക് 29 റൈറ്റ്? ആ Giant Trans X2. Giant Trans X2. Everything works perfectly, right? Yes. Okay. Okay, fine. ഒരു രക്ഷയിലാട്ട ബൈക്ക്. നമ്മളിപ്പോൾ ഒരു പാലത്തിൻ്റെ ഇവിടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൈവം എനിക്ക് പേടിയാണ്. സീൻ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു പാലത്തിമ കൂടെ ഓടിക്കണ. എൻ്റെ പൊന്നെ നോക്കിയേ ഈശോ മോനെ. ടയറിന് കുറച്ച് വണ്ണുള്ള കാരണം കുഴപ്പമില്ല ചേട്ടാ. ഭയ സൈഡ് ചെയ്തു. താങ്ക് യു ഭയ. ഈശോ അപ്പത്തീ പോകില്ല. ഇത് തൂക്കുപാലാണ് കേട്ടാ. ഇരുമ്പ് കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. ഈ താഴോട്ട് കാണുന്ന കാരണം താഴോട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല. താഴോട്ട് നമുക്ക് വിടവി കൂടെ കാണാം കേട്ടോ. അതുകൊണ്ടൊരു പേടി. ഹലോ, താങ്ക് യു. എൻ്റെ പൊന്നെ രക്ഷപ്പെട്ടു. ഇത് കൊള്ളാട്ടാ, ഇരുമ്പ് കമ്പി കൊണ്ടുള്ള പാലം. അത് താഴെ നമുക്ക് കാണാൻ പറ്റും, അതുകൊണ്ട് ഒരു പേടി. നോക്കിയേ കൊള്ളാം. ഇവിടെ ഒരു ഇതുണ്ടല്ലോ. ഇതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ. ഇത് അവിടെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഞാൻ കൈ വിട്ടിട്ടിങ്ങനെ ഓടിക്കാറില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചാടിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ബൈക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ട്രാൻസ് എക്സ് അവർ പറഞ്ഞത് 6 ലക്ഷം 7 ലക്ഷം അടുത്ത് വില വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ. 7 ലക്ഷം ഞാൻ കാട്ടിത്തരാം ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദർബാർ സ്ക്വയറിലേക്കാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെറിറ്റേജ് ഒരു സംഭവമാണ്, മോണ്യുമെൻ്റ് ആണ്. അപ്പോൾ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹെറിറ്റേജ് ആണ് കേട്ടോ ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാർ, നാട് ഭരിച്ച രാജാക്കന്മാർ താമസിച്ചിരുന്നൊരു പാലസ് ദർബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർബാർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാലസിനെയാണ് പറഞ്ഞത് കേട്ടോ. സോറി ഭയ്യ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ കണ്ട നേപ്പാളിലും സൈക്കിൾ ട്രാക്ക് ഉണ്ട് കേട്ടോ. ഈ ഗ്രീൻ എന്ന് പറയണത് ഒരു സൈക്കിൾ ഓടിക്കുന്ന ട്രാക്കാണ്. ഇവിടെ നമ്മുടെ കൊച്ചിയിലത്തെ പോലെയല്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 100-200 എൻ്റെ അമ്മേ ഞാൻ ആ സൈക്കിളാട്ടാ പറഞ്ഞത് എൻ്റെ അമ്മേന്ന്. അപ്പോൾ ഈ സാധനം ലൈക്ക് ഒരു ഈ കൊച്ചിയിലൊക്കെ ഞാൻ പോയി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ എപ്പോഴും നിറച്ച ആൾക്കാരും ബസ്സും അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളില്ല. നല്ലോണം ക്ലീനാണ് കേട്ടോ മൊത്തത്തിൽ നേപ്പാൾ. നിങ്ങൾ നേപ്പാൾ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നമ്മൾ 6 മണിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് മുടങ്ങാണ്ടിട്ടിട്ട് വരുന്നുണ്ട് വീഡിയോ. തുടർന്നും അങ്ങനെ തന്നെ പോവുമെന്ന് കരുതുന്നത് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളാണ് വീഡിയോ ഇടാറ്. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷെയർ ദ സൈക്കിൾ ലൈൻ, ഷെയർ ദ റോഡ്, റെസ്പെക്ട് ദ സൈക്ലിസ്റ്റ്. മോനെ അതൊരു 1.5 സംഭവമായിട്ടാ. ഞാൻ 2 ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇടട്ടോ. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നിങ്ങൾ ആക്ച്വലി എന്നെ ആരെങ്കിലും എന്നെ കണ്ട് പരിചയം ഉണ്ടെങ്കിൽ അത് ഫുള്ള് ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഷോർട്ട് വീഡിയോയും ഒക്കെ ആയിരിക്കും കേട്ടോ. 10 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും സൈക്കിൾ പൊക്കി പിടിച്ചിട്ട് ലൈക്ക് അത് ആ ഒരു സ്പോർട്സ് എങ്ങനെയെങ്കിലും ഈ ഒരു കാറ്റഗറി എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം, ആൾക്കാരെ അറിയണം ഈ ഒരു സ്പോർട്സിനെ കുറിച്ച്. കാരണം കേരളത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയാത്തുള്ളൂ കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് മീൻസ് ഇന്ത്യയിലെ കേരളത്തിലൊക്കെ ഭയങ്കര കുറവാണ് ഇങ്ങനത്തെ സ്പോർട്സ്, അഡ്വഞ്ചർ സ്പോർട്സ് കാര്യങ്ങൾ. പക്ഷേ അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് താനും.
അപ്പോൾ അതൊക്കെ നല്ലൊരു ഇതാണ്, ടൂറിസ്റ്റിനൊക്കെ അട്രാക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു സ്പോർട്സ് എന്ന് വെച്ചാൽ ഫോറിനേഴ്സ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മലയാളികൾ, എനിക്കിപ്പോൾ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രീസിയേഷൻ വന്നത് മലയാളികൾ ഇവിടെ നിന്ന് പോയി മറ്റ് രാജ്യങ്ങളിൽ സെറ്റിലായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലായ പിന്നെയാണ് കേട്ടോ ബ്രോ ചെയ്യുന്നത് വളരെ നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാവരും എന്നെ പള്ളി വിളിച്ചിട്ടുള്ളൂ, വെറുതെ പറഞ്ഞാണ്. എനിക്ക് സപ്പോർട്ട് തരാറുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തുനിന്നും. അപ്പോൾ നമ്മൾ ദർബാർ സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിസാൻ പെട്രോൾ മോനെ എൻ്റെ സൈഡിൽ നിന്ന് കിട്ടാവോ? ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ കൂടുതലും. ഓ പെട്രോൾ പമ്പിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുക. അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ലളിത്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ലളിത്പൂർ അങ്ങനെ ഒരു സ്ഥലമാണ്. ഈ സംഭവം ഒരു പർപ്പിൾ കളറിലുള്ള പൂവാണ് കേട്ടോ, എല്ലായിടത്തും കാണാം. എന്തൊരു ഭംഗിയാണെന്നറിയാം ഈ പർപ്പിൾ കളർ. ചില സ്ഥലങ്ങളിൽ ഫുട്പാത്തിൻ്റെ സൈഡിൽ ഫുൾ ഒരു അറ്റം തൊട്ട് ഒരു അറ്റം വരെ ഉണ്ടാവും ഈ സംഭവം. അടിപൊളി കാണാൻ ഈ സാധനം. ഇതിൻ്റെ കൂടെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ് നമ്മൾ ലളിത്പൂരിലുള്ള പത്താൻ ദർബാർ സ്ക്വയറിൽ വന്നിട്ടുണ്ട് കേട്ടോ. പത്താൻ ദർബാർ സ്ക്വയർ ആക്ച്വലി കാഠ്മണ്ഡുവിൽ 3 ഉണ്ട് കേട്ടോ. പത്താൻ്റെ അവിടെ എന്തോ റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ 3 ഉണ്ട്. അതിൻ്റെ മേലെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ എന്തോ ഉള്ളിലേക്ക് ടിക്കറ്റിന് 1000 രൂപ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപ അല്ല 250 രൂപ പെർ പേഴ്സൺ. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ കാട്ടിയ പോലെ തന്നെ. പക്ഷേ നമ്മൾ ഈ ബൈക്ക് ഇവിടെ വെച്ചിട്ട് പോകണില്ല കേട്ടോ. നമ്മൾ ഇന്നലെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. സോ ഇത് ആക്ച്വലി 3 ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഇതുകളാണ്. സൈറ്റ് സീയിങ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഭവമാണ് കേട്ടോ. സോ ഇതാണ് പട്ടാൻ ദർബാർ സ്ക്വയർ കേട്ടോ, ലളിത്പൂരിലുള്ള ദർബാർ സ്ക്വയർ. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് പയ്യെ നീങ്ങാം. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ സുജിത്ത് ബ്രോ ഇവിടെ എവിടെയോ ഉണ്ടെന്നും എനിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെയും കൂടി ഒന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. സോ ഗൈസ് അങ്ങനെ സുജിത് ബ്രോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ട്. ആൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ ഒപ്പമുള്ള കൂട്ടുകാരനുണ്ട്, ആൾ ആ ബൈക്കും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആളുടെ ചാനലിലുണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ആളുടെ മുന്നിൽ വെച്ച് വ്ളോഗ് ചെയ്യാൻ എന്തോ പോലെ കേട്ടോ. അപ്പോൾ ആൾ സൈക്കിളും കൊണ്ട് പോയിട്ടുണ്ട്. സുജിത് ബ്രോ അവിടെ ആരുമായിട്ട് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുമിരുന്നോ എന്നിട്ട് ഇതാ മർത്തിയേ, ഈ സ്വിച്ച് അമർത്തിയേ താഴും. ആ താന്നില്ലേ അതാണ് ഫുൾ സസ്പെൻഷൻ. ഇതെന്താ സംഭവം അറിയോ? നമ്മള് ഈ വോൾവോ ബസ്സിലൊക്കെ ബമ്പിലൊക്കെ ചാടുന്നതെങ്കിലും പുള്ളി ഇങ്ങനെ ഇരുന്ന് ആടുന്ന കണ്ടിട്ടില്ലേ? ബ്രോ സൈക്കിൾ ഇല്ലാന്നല്ല പറഞ്ഞ, ഇപ്പൊ സൈക്കിൾ കൂടിയായി ട്രിപ്പില്. അപ്പൊ ഞാൻ ഒന്ന് ചവിട്ടിട്ട് നമ്മുടെ പോസ്റ്ററില് പോസ്റ്റർ ഉണ്ടാക്കിയ സമയത്ത് ലിങ്ക് അതിനകത്ത് സൈക്കിൾ വെച്ച് ഞാൻ ചോദിച്ചടാ നീ എന്തിനാണ് സൈക്കിൾ വെച്ചേ? അപ്പോൾ എനിക്കത്ര എവിടെയെങ്കിലും സൈക്കിൾ കിട്ടുമ്പോൾ ചവിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ നിലവിൽ ട്രെയിൻ എടുത്തു, ബസ് എടുത്തു, കാർ എടുത്തു, പിന്നെ ട്രക്ക് ഇതിൽ എടുക്കണം, സൈക്കിളായി പോകണം. ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോവാണ്. ഇത് പിടിച്ച് ഈ സാധനം ഉണ്ടല്ലോ ഇതുണ്ടോ, ഇത് കാണിക്കേ 6 ലക്ഷത്തിന്റെ സസ്പെൻഷനാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കാണുന്നത്. ഇത് അടിപൊളിയാട്ടാ. എടാ ഇതിന്റെ പുറകിൽ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് പോകാൻ ഇല്ല അതൊന്നും പറ്റില്ല. കേരളന്നാണ്. ശ്രീലങ്ക കേരളത്തിലാണോന്ന് വിട്ടുകളയാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട് കാഠ്മണ്ഡു. അപ്പോൾ അഗെയിൻ താങ്ക് യു. കണ്ടതിലും ഇതിലൊക്കെ സന്തോഷം. ഓക്കെ ബൈ. എന്തായാലും അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചു. ഇന്നലെയും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ള ഓരോ രാജ്യങ്ങളിലും പോയിട്ട്, പിന്നെ വേറെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഇതുപോലെ ഹിച്ച് ഹൈക്കും അതുപോലെ തന്നെ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യണമെന്ന് കുറേ ഇതുകൾ മീറ്റ് ചെയ്യാൻ പറ്റും. സ്കൗട്ട് സർഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളി സംഭവം കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റും. കാരണം ഇങ്ങനെ സോളോ ഒക്കെ ആയിട്ട് പോകുമ്പോഴാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ വേറെ ഒരാളിൽ നിന്ന് ഇങ്ങനെ
ആഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സോ നമ്മൾ കാലത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം അലഞ്ഞ് 2:30-3 മണിയായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല, കാലത്ത് ഇത് എന്തോ കഴിച്ചത് കേട്ടോ. അപ്പോൾ വേറെ ഇതുകളും പരിപാടികളൊന്നും ഇല്ല. ഇന്ന് ഫുള്ള് റെസ്റ്റ് ഡേ ആണ്. നാളെയാണ് നമ്മൾ ആക്ച്വലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്പോർട്സ് ഉണ്ടല്ലോ, മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്പോർട്സ്, അത് ചെയ്യാൻ പോണത് കേട്ടോ. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ പോയി അവിടെ നിന്ന് കുറച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുജിത് ബ്രോന്റെ വീഡിയോ കണ്ടു വരുന്നവരാണെങ്കിൽ ഞാൻ സൈക്കിൾ മേലോട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അങ്ങനെ സൈക്കിൾ ഹാങ് ചെയ്ത് പിടിച്ച് കയറി പോയിട്ടുള്ള ഒരു സംഭവമാണ്. ഏകദേശം അവർ പറഞ്ഞത് 10,000 റുപ്പീസാണ് കേട്ടോ. 10,000 നേപ്പാളി കറൻസിയാണ്. 10,000 എന്ന് പറയുമ്പോൾ എത്ര ഇന്ത്യൻ റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ കേട്ടോ. ഗൈഡ് ഉണ്ടാവും, കാലത്തെ ടീ, സ്നാക്സ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ ഗൈഡ്, പിന്നെ ഒരു ഫുൾ സസ്പെൻഷൻ ബൈക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ട, അതല്ലേ കുറച്ചുകൂടി ഒരു രസം. അപ്പോൾ ഈ ഒരു സ്പോർട്സ് വേറെ ആരും കേരളത്തിൽ ഇങ്ങനെ വീഡിയോയും വ്ളോഗൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മളെ തന്നെ ഒരു യൂണീക്നെസ് അതിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, അടിപൊളി സന്തോഷം, ഹാപ്പി, സപ്പോർട്ട് ചെയ്യുക, താങ്ക് യു. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം ഗൈസ്. ബൈ. ഭയങ്കര ക്ഷീണമായിട്ടാ, അതാ. ഓക്കെ, ബൈ.